ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് തിരച്ചി മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഇതിനെ തിരച്ചി മീൻ എന്നാണ് പറയുന്നത്. ചിലയിടത്ത് തിരണ്ടി മീൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത് വറുത്തരച്ചാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു മൺചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു അരമുറി തേങ്ങ തിരക്കി അതിലോട്ടിട്ടിട്ടുണ്ട്. നമ്മുടെ തേങ്ങ ബ്രൗൺ കളർ ആകുന്നതുവരെ നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ തേങ്ങ ഇട്ടതിന് ശേഷം ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചതിന് ശേഷം വേണം നമ്മുടെ തേങ്ങ വറുത്തെടുക്കാനായിട്ട്. അതിനുശേഷം അതിലേക്ക് ഒരു 4 ചെറിയ ഉള്ളിയും ഒരു 3-4 വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ കുരുമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടണം. ഇത്രയും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് നല്ലോണം തേങ്ങ ബ്രൗൺ കളർ ആകുന്നതുവരെ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. ഇത് നല്ലൊരു മീനാണ് കേട്ടോ. ഇപ്പം പാൽ കൊടുക്കുന്ന അമ്മമാർക്കൊക്കെ നല്ലൊരു മീനാണ്. ഇത് കഴിച്ചാൽ പാലുണ്ടാവും, നല്ലോണം പാലൊക്കെ ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു മീനാണ്. ഞാൻ പ്രസവിച്ചിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ കഴിച്ചിട്ടുള്ളൊരു മീൻ കറിയാണ് കേട്ടോ. അപ്പം ഇതാണ്. അപ്പം നമ്മുടെ ഏകദേശം തേങ്ങ നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതാണ് പരുവം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാൻ ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. അതിനുശേഷം ഇത് നല്ലോണം ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അത്രയും മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ തേങ്ങ എല്ലാം കൂടെ ചേർത്ത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഞാൻ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടെ ഇട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒരുമിച്ച് അരച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പുളി അതിൻ്റെ ചാറെടുത്ത് നമ്മുടെ കറിയുടെ ഒപ്പം ഒഴിച്ച് തിളപ്പിച്ചെടുത്താലും മതിയാവും കേട്ടോ. അപ്പം അതിനുശേഷം അരച്ചെല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി മൺചട്ടി ഒഴിച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഞാനായിട്ട് വഴറ്റുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. കാരണം എനിക്ക് ആ ഉള്ളി ഇട്ട് വഴറ്റിയെടുക്കുന്ന ആ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ അങ്ങനെ ഉള്ളി ഇട്ട് എടുക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളി ഇടണ്ട കേട്ടോ, അത് ഒഴിവാക്കാം കേട്ടോ. അതിനുശേഷം നമ്മുടെ തൊണ്ടൻ മുളകും ഒരു തക്കാളിയുടെ പകുതിയും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാമേ. നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അരപ്പിട്ടതിന് ശേഷം നമുക്ക് എത്രയാണോ ചാറ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് തന്നെ നമുക്ക് വെള്ളം ചേർത്ത് അത്രയും എത്ര ചാറ് വേണോ അത്രയും അതിലോട്ട് വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റിയ സമയത്ത് ഉപ്പിട്ടിരുന്നു. അത് നോക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നമ്മുടെ ഈ കറി നല്ലോണം ഒന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ കറി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാമേ. കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം നല്ലോണം ജസ്റ്റ് തവി ഉപയോഗിച്ച് നല്ലോണം എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഇപ്പം മാത്രമേ നമ്മളിനി തവി ഉപയോഗിക്കുകയുള്ളൂ. ഇനി അങ്ങോട്ട് നമ്മൾ തവി ഉപയോഗിക്കാനേ പാടില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാൻ മാത്രമേ പാടുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ കറി നല്ലോണം ഒന്ന് കുറുകിയെടുക്കാം. ഓക്കെ. അപ്പോൾ ഏകദേശം നമ്മുടെ കറി നല്ലോണം ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇത്രയും മതി. നമ്മൾ മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഇനി അത് ഇരുന്ന് നല്ലോണം ഒന്ന് കുറുകും കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇതിന് ശേഷം ഞാൻ വറുത്തരച്ച് വെച്ചിട്ടുള്ള ഉലുവാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ ഇനി നമ്മൾ തവി ഉപയോഗിക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാനേ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഒരു തുണി ഉപയോഗിച്ച് ഇതേപോലെ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയും മതി. നമ്മുടെ ഈസിയാണ് ഞാൻ പറയുന്നില്ല. നല്ല ടേസ്റ്റ്, അത്രയും ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഇന്നത്തെക്കാലം നാളത്തേക്ക് ഈ കറി ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചോറുണ്ടല്ലോ. അപ്പോൾ നല്ല ചമ്പാച്ചോറും അതിനോടൊപ്പം കുറച്ച് സാമ്പാറും നമ്മുടെ ബീട്രൂട്ട് തോരനും പിന്നെ നമ്മുടെ അടിപൊളി തിരച്ചി മീൻ കറിയും, വറുത്തരച്ച തിരച്ചി മീൻ കറി. അപ്പം ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എനിക്ക് കമൻസ് ആയിട്ട് അറിയിക്കുകയും ചെയ്യണം. ഓക്കെ. എത്രയേ ഉള്ളൂ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.